ഫസ്റ്റ് ജമ്പിങ് ജാക്സ് ഒരു ഭാഗത്തേക്ക് 15 പ്രാവശ്യം ചാടുക, അങ്ങനെ 4 ഭാഗത്തേക്ക്. നെക്സ്റ്റ് ആംഗിൾ റൊട്ടേഷൻ, ഇടത് കാല് പൊലിച്ചിട്ട് ഇടത്തോട്ട് 10 പ്രാവശ്യം, വലത്തോട്ട് 10 പ്രാവശ്യം. ലെഗ്സ് ചേഞ്ച് എന്ന് പറയുമ്പോൾ ഇടത് ഭാഗത്തേക്ക് 10 പ്രാവശ്യം, വലത് ഭാഗത്തേക്ക് 10. മുകളിലേക്ക് ശ്വാസം വലിച്ചിട്ട് നല്ല പ്രസ് ചെയ്യുക, ഇതുപോലെ വീഡിയോയിൽ കാണുന്നത് പോലെ. നെക്സ്റ്റ് അക്യുപ്രഷറാണ്. നല്ല ഞെക്കി പിഴുക, വയറിന് നല്ല ഞെക്കി പിഴുക. കഴിഞ്ഞ ഫസ്റ്റ് ഒന്ന് വേദനാവും, നല്ല ഞെക്കി പോവുക. സെക്കൻഡ് എന്ന് പറയുമ്പോൾ നമ്മൾ ചാലിലൂടെ ഇങ്ങനെ അപ്പ് ആൻഡ് ഡൗൺ ചെയ്യുക. സെക്കൻഡ് എന്ന് പറയുമ്പോൾ വീണ്ടും 2 എന്ന് പറയുമ്പോൾ ഇതുപോലെ ചെയ്യുക. ഞെക്കിപ്പിഴ് നല്ല വേദന ആവണം, അല്ലാതെ നമ്മൾ വന്നിട്ട് ഇങ്ങനെ ചെയ്യാതെ വെറുതെ വെച്ചിട്ട് കാര്യമില്ല. നല്ല ഞെക്കിപ്പിഴ വയറിന് നമ്മളെ ഫാറ്റ് എല്ലാ കൊളസ്ട്രോൾ എല്ലാം പോകും എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ നല്ല ഞെക്കിപ്പിഴിലേ അതിൻ്റെ എഫക്റ്റ് കിട്ടുകയുള്ളൂ. ഓക്കെ, സെക്കൻഡ് എന്ന് പറയുമ്പോൾ ഇതുപോലെ ചെയ്യുക, അപ്പ് ആൻഡ് ഡൗൺ ചെയ്യുക. നെക്സ്റ്റ് അപ്ഡൻ വൈബ്രേഷനാണ്. അപ്ഡൻ വൈബ്രേഷൻ എന്ന് പറഞ്ഞാൽ മൂക്കിലൂടെ ശ്വാസം എടുത്തിട്ട് മൂക്കിൽ തന്നെ വിടുക. വായടച്ചിട്ട് മൂക്കിലൂടെ ശ്വാസം വിടുക, വയറ് നല്ല കുളിക്കാൻ ശ്രമിക്കുക. നെക്സ്റ്റ് ടോയ് ജമ്പാണ്. ടോയ് ജമ്പ് പ്രത്യേകം ശ്രദ്ധിക്കണം. മടമ്പുകാല് നിലത്ത് തട്ടരുത്, ഇങ്ങനെ വേണം ചാടാൻ. ഒരു കാരണവശാലും മടമ്പുകാല് നിലത്ത് തട്ടരുത്. കൈ നല്ല പൂട്ടി തുറക്കുക, ഇതുപോലെ ശ്രമിക്കുക. ഇതുപോലെ പൂട്ടി തുറക്കാൻ ശ്രമിക്കണം. ഒരു ഭാഗത്തേക്ക് 125 ടോട്ടൽ 125 പ്രാവശ്യമാണ് ഇങ്ങനെ ചാടേണ്ടത്. ഒരു ഭാഗത്തേക്ക് 25 പ്രാവശ്യം നമ്മൾ ചാടുന്നു. ഓക്കെ, 25 പ്രാവശ്യം, ഒരു റൈറ്റ് ഹാൻഡ് അങ്ങനെ പറഞ്ഞ് ടോട്ടൽ 125 പ്രാവശ്യമാണ് നമ്മൾ ഇത് ചാടുന്നത്. ഓക്കെ, നെക്സ്റ്റ് മെഡിറ്റേഷനാണ്. കണ്ണുകൾ അടച്ചിട്ട് കൃഷ്ണമണിയെ വലത്തോട്ടും ഇടത്തോട്ടും ചലിപ്പിക്കുക. ആ ചലിപ്പിക്കുമ്പോൾ 60 പ്രാവശ്യം 60-ന് താഴോട്ട് എണ്ണുക. ഈ സമയത്ത് 60, അങ്ങനെ മൈനസ് കൗണ്ടിങ് ആണ്. 60-ന് താഴോട്ട് എണ്ണുക. ഒന്ന്. നെക്സ്റ്റ് ഫേസ് മെസ്സേജാണ്. കൈ നല്ല ചൂടാക്കിയിട്ട് ഇതുപോലെ നല്ല ചൂടാക്കിയിട്ട് ഈ വീഡിയോയിൽ കാണുന്ന പോലെ ചെയ്യുക. സെക്കൻഡ് എന്ന് പറയുമ്പോൾ മുഖത്തോട്ട് വെച്ചിട്ട് അടിയിൽ നിന്ന് ചെയ്യുകയാണെങ്കിൽ മുകളിലോട്ട് കൊണ്ടുപോവുക. കൈ നല്ല ചൂടാക്കിയിട്ട് ചെയ്യണം. നെക്സ്റ്റ് ക്ലാപ്പിംഗ് ആണ്. ഒരു ഉദാഹരണമായിട്ട് പറയുകയാണെങ്കിൽ സാധാരണ നമ്മുടെ മെഷീൻസിനൊക്കെ അല്ലെങ്കിൽ ചക്രത്തിനൊക്കെ എണ്ണയിടും അതിന്റെ സുഗമമായ പ്രവർത്തനത്തിന് വേണ്ടിയിട്ട്. അതുപോലെ തന്നെ നിങ്ങളുടെ ശരീരത്തിന് കറക്റ്റ് ആയിട്ടുള്ള ലൂബ്രിക്കേഷൻ കിട്ടാനും അല്ലെങ്കിൽ നിങ്ങൾക്ക് തേയ്മാനങ്ങൾ ഉണ്ടാകാതിരിക്കാനും ഒക്കെ എണ്ണ തേച്ച് കുളി നിങ്ങളെ വളരെയേറെ സഹായിക്കുന്നുണ്ട്. അതുപോലെ ഇപ്പോൾ നമ്മൾ ആയുർവേദത്തിൽ തന്നെ ഒരു ഉപമയായിട്ട് പറയുന്ന നിങ്ങളോട് ഞാൻ പങ്കുവെക്കുകയാണെങ്കിൽ പറയാറുണ്ട്, നമ്മളിപ്പോ ഒരു മരത്തിന് വെള്ളം ഒഴിച്ച് അല്ലെങ്കിൽ ഒരു ചെടിക്ക് വെള്ളം ഒഴിച്ച് അതിനെ എങ്ങനെ വളർത്തുന്നു, വെള്ളം ഒഴിച്ചാൽ അത് എങ്ങനെ നന്നായി വളർന്നു വരുന്നു, അതുപോലെ തന്നെ എണ്ണ തേച്ച് കുളി ഒരു മനുഷ്യന്റെ ശരീരത്തിന്റെ അവയവങ്ങളുടെ സുഗമമായ പ്രവർത്തനത്തിനും അല്ലെങ്കിൽ ആരോഗ്യമായിട്ട് ആ ശരീരത്തെ കാത്തു സൂക്ഷിക്കാനും യഥാർത്ഥത്തിലുള്ള വളർച്ച കറക്റ്റ് ആയിട്ടുള്ള വളർച്ചയ്ക്കും അത് വളരെ പ്രാധാന്യം ചെയ്യുന്നു. ആ ശരീരത്തിലെ ആരോഗ്യത്തിനും സൗന്ദര്യത്തിനും അതുപോലെ തന്നെ മാനസിക ആരോഗ്യത്തിനും വളരെ പ്രാധാന്യമുണ്ട് ഈ എണ്ണ തേച്ച് കുളിക്ക്. ഇതിന്റെ ഗുണങ്ങൾ ഞാൻ നിങ്ങളുമായിട്ട് പറയുകയാണെങ്കിൽ ശരീരത്തിന്റെ ശക്തി വർദ്ധിപ്പിക്കാൻ എണ്ണ തേച്ച് കുളിക്ക് വളരെ കഴിവുണ്ട്. ബ്ലഡ് സർക്കുലേഷൻ കൂട്ടുന്നുണ്ട്, നിങ്ങളുടെ സ്കിന്നിനെ ത്വക്കിനെ സ്മൂത്ത് ആക്കുന്നുണ്ട്, ഏജിങ് പ്രോസസ്സ് കുറയുന്നു, അതായത് നിങ്ങൾക്ക് നിങ്ങളുടെ സ്കിന്നിന് വയസ്സാവുന്നത് കുറയുന്നു, നിങ്ങൾക്ക് ക്ഷീണം മടുപ്പ് ഇവ കുറഞ്ഞു വരുന്നു. വാതരോഗങ്ങൾ ഉള്ളവർക്കും എണ്ണ തേച്ച് കൂടി വളരെ നല്ലതാണ്. ഞാൻ പറഞ്ഞതുപോലെ ശരീര അവയവങ്ങൾ കറക്റ്റ് ആയിട്ട് പ്രവർത്തിക്കുന്നു, നല്ല ഉറക്കം നിങ്ങൾക്ക് കിട്ടുന്നു. ഇത് മാത്രമല്ല നിങ്ങളുടെ മനസ്സിന് ടെൻഷൻ ഒഴിവാക്കാനും അതുപോലെ തന്നെ നിങ്ങൾക്ക് മാനസിക ഉല്ലാസം കൈവരാനും ഈ എണ്ണ തേച്ച് കൂടി വളരെ പ്രാധാന്യമുണ്ട്. അതുപോലെ മനസ്സിന് നിങ്ങളുടെ ടെൻഷൻ ഒഴിവാക്കാനും മാനസിക ഉല്ലാസത്തിനും ഈ എണ്ണ തേച്ച് കുളിക്ക് വളരെ പ്രാധാന്യമുണ്ട്. നമ്മളിപ്പോ മാനസിക രോഗത്തിന്റെ ചികിത്സയിൽ ഇരിക്കുന്ന ആൾക്കാർക്ക് വരെ പ്രത്യേകമായിട്ട് എണ്ണ തേച്ച് കൂടി നിഷ്കർഷിക്കാറുണ്ട്. കാരണം അത് ഇതിന്റെ ട്രീറ്റ്മെന്റിൽ വളരെ പ്രാധാന്യമുള്ളൊരു വിഭാഗമാണ്. അതുപോലെ നിങ്ങളുടെ ഞരമ്പുകളുടെ സുഗമമായ പ്രവർത്തനത്തിനും ഇത് വളരെ സഹായിക്കുന്നുണ്ട്. ഇപ്പൊ നിങ്ങൾക്ക് സാധാരണ ദിനം പ്രതി എണ്ണ തേച്ച് കുളിക്കുന്ന ഒരാളാണെങ്കിൽ നിങ്ങൾക്ക് ക്ഷതം അല്ലെങ്കിൽ ചതവ് സംഭവിച്ചാൽ അതിന്റെ കോംപ്ലിക്കേഷൻസിലേക്ക് പോവാതെ വളരെ പെട്ടെന്ന് നിങ്ങളുടെ ശരീരം തന്നെ അതിനെ ഭേദമാക്കുന്നതായിട്ട്
കാണാൻ വേണ്ടിയിട്ട് സാധിക്കും. അതുപോലെ നിങ്ങൾക്ക് ഒരു എല്ലിന് ഒരു ഒടിവ് വരുവാണെങ്കിലൊക്കെ ശരീരം പെട്ടെന്ന് തന്നെ അത് ഹീൽ ചെയ്യുന്നത് നമുക്ക് കാണാൻ സാധിക്കും. അപ്പൊ എണ്ണ തേച്ച് കുളിയിൽ അതിപ്പോ ആരൊക്കെ ചെയ്യാൻ പാടില്ല എന്ന് നിങ്ങൾക്കൊരു സംശയം വന്നേക്കാം. നിങ്ങൾക്ക് വളരെ കഫരോഗങ്ങൾ കുറെ കാലമായിട്ട് കഫരോഗങ്ങൾ മൂർച്ഛിച്ച് നിൽക്കുന്നവര്, നിങ്ങൾക്ക് ആസ്മയുണ്ടെങ്കിൽ, അത് കഠിനമായ കഫത്തോട് കൂടിയ ചുമയുണ്ടെങ്കിൽ, അങ്ങനെ ഉണ്ടെങ്കിൽ ഒന്നും നിങ്ങൾ എണ്ണ തേച്ച് കുളിക്കുന്ന അത്ര നല്ലതല്ല. അതുപോലെ പനിയുള്ളവരും എണ്ണ തേച്ച് കുളിക്കാൻ പാടില്ല. ഹാർട്ടിന്റെ ഡിസീസ് ഉള്ളവര് നിങ്ങൾ മരുന്നൊക്കെ കഴിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ അത് ഒഴിവാക്കുന്നതാണ് നല്ലത്. അതുപോലെ പ്രഗ്നൻസിയിൽ നിങ്ങൾ തേക്കാൻ പാടില്ല. ഗർഭിണികൾക്ക് 8 മാസം കഴിഞ്ഞ് മാത്രം ചില പ്രത്യേക എണ്ണകൾ വെച്ച് മാത്രം തേച്ച് കുളിക്കാമെന്ന് പറയുന്നുണ്ട്. അതിനു മുമ്പേ എണ്ണ തേച്ച് കുളി പാടില്ല. അതുപോലെ ശരീരത്തില് ഒട്ടാകെ നീര് വന്ന് ഭയങ്കര വേദനയായിട്ടിരിക്കുന്നത്, ഇത് ഏതിന്റെ നീരാണ് എന്ന് മനസ്സിലാക്കുന്നതിന് മുമ്പ് എണ്ണ തേച്ച് ദിവസവും കുളിക്കുന്നത് തെറ്റായ ഒരു പ്രവണതയാണ്. അത് ഏത് അസുഖത്തിന്റെ പ്രശ്നം കൊണ്ട് വന്ന നീരാണെന്ന് മനസ്സിലാക്കി ഡോക്ടറോട് ചോദിച്ചതിന് ശേഷം മാത്രം എണ്ണ തേച്ച് കുളി നിങ്ങൾ ചെയ്യേണ്ടതാണ്. അതുപോലെ നിങ്ങൾക്ക് മെൻസ്ട്രേഷൻ ആണെങ്കിൽ, പീരീഡ്സ് ഒക്കെ ആയിരിക്കുവാണെങ്കിൽ നിങ്ങൾ എണ്ണ തേച്ച് കുളിക്കുന്നത് ഒഴിവാക്കണം. ഇത്രയും ആളുകൾ എണ്ണ തേച്ച് കുളിക്കാൻ പാടില്ല എന്ന് സാധാരണ പറയാറുണ്ട്. അതുപോലെ തന്നെ ഇത് ചെയ്യേണ്ടത് എപ്പോഴാണെന്ന് നിങ്ങൾക്ക് സംശയം വരും. നിങ്ങൾ വയറ്റിൽ ഭക്ഷണം കഴിച്ച് വയറ് നിറഞ്ഞിരിക്കുമ്പോൾ ഒരിക്കലും എണ്ണ തേച്ച് കുളിക്കരുത്. അത് ഗുണത്തേക്കാൾ ഏറെ ദോഷമാണ് സംഭവിക്കുന്നത്. ഭക്ഷണം കഴിച്ച് നിങ്ങളുടെ പ്രീവിയസ് മീൽ ഡൈജസ്റ്റ് ചെയ്ത ശേഷം എന്ന് പറയും, നിങ്ങൾ നേരത്തെ കഴിച്ച ഭക്ഷണം നിങ്ങൾക്ക് ഡൈജസ്റ്റ് ചെയ്ത് നിങ്ങൾക്ക് അല്പം വിശപ്പും ദാഹവും തോന്നാൻ തുടങ്ങുമ്പോഴാണ് നിങ്ങൾ എണ്ണ തേച്ച് കുളിക്കേണ്ടത്. അതുപോലെ അതായത് വെറും വയറ്റിൽ ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്. അതുപോലെ തൈലത്തിന്റെ സെലക്ഷൻ എല്ലാവർക്കും ഒരു പ്രശ്നമാണ്. ഇപ്പൊ ഇത് കണ്ടുകൊണ്ടിരിക്കുന്നവർ ഞാൻ ഏത് തൈലം ഉപയോഗിച്ച് ദിവസവും എണ്ണ തേച്ച് വെച്ച് പിടിപ്പിച്ച് കുളിക്കണം എന്നൊരു പ്രശ്നം വരും, ഒരു സംശയം വരും. അതിൽ ഏറ്റവും നല്ലത് നിങ്ങളുടെ ബോഡി കണ്ടീഷൻ ഒക്കെ പറഞ്ഞൊരു ഡോക്ടർ അല്ലെങ്കിൽ ഒരു ആയുർവേദ ഡോക്ടറെ അടുത്ത് കൺസൾട്ട് ചെയ്ത ശേഷം നിങ്ങൾ ചെയ്യുന്നതാണ്. സാധാരണ എല്ലാവർക്കും നമ്മളിപ്പം പാരമ്പര്യമായിട്ട് നമ്മൾ ചെയ്തു വരുന്ന കുറച്ച് എണ്ണകളുണ്ട് തേച്ച് കുളിക്കുന്നത്. അങ്ങനത്തെ സാധാരണ എണ്ണകളൊന്നും തേക്കുന്നതുകൊണ്ട് പ്രശ്നമില്ല. പക്ഷെ നിങ്ങൾക്ക് ഏതെങ്കിലും പ്രോബ്ലം ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് പ്രത്യേകതരം എണ്ണകൾ നിങ്ങൾക്ക് ഗുണം ചെയ്യും. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. അതുപോലെ തന്നെ ഒരു ആരോഗ്യവാന് വെറും നല്ലെണ്ണ വെച്ചുള്ള കുളിയും അല്ലെങ്കിൽ വെളിച്ചെണ്ണ തേച്ചുള്ള കുളി വളരെ ഗുണപ്രദമാണ്. അല്ലെങ്കിൽ സാധാ തൈലം, തന്നന്തരം തൈലം ഒക്കെ തേച്ച് കുളിക്കുന്നത് വളരെ നല്ലതാണ്. രോഗികളാണെങ്കിൽ ഔഷധ സിദ്ധ തൈലങ്ങളാണ്, അതായത് ഔഷധങ്ങൾ ഇട്ട് കാച്ചിയ തൈലങ്ങളും എണ്ണകളും തേച്ച് അല്ലെങ്കിൽ കുഴമ്പുകൾ തേച്ച് അവരുടെ രോഗത്തിന് അനുസരിച്ചുള്ള കുഴമ്പുകൾ തേച്ച് കുളിക്കുന്നതാണ് ഏറ്റവും നല്ലത്. ഇതിപ്പം എങ്ങനെ ചെയ്യണം, എത്ര ടൈം ഇരിക്കണം എന്നുള്ളതും ആൾക്കാർക്ക് സംശയമാണ്. സാധാരണ ഇപ്പോൾ ശരിക്കും എണ്ണ തേച്ച് വേറെ ഒരാൾ എണ്ണ തേച്ച് തന്ന് കുളിക്കുന്നതിന്റെ അത്ര നമ്മളെ എണ്ണ തേച്ച് പിടിപ്പിച്ച് ഇരുന്ന് കുളിക്കുന്ന ഗുണം വരില്ല. പക്ഷെ നമുക്ക് ദിവസവും വേറെ ഒരാളെ നമുക്ക് ആശ്രയിക്കാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ സ്വന്തമാണ് തേക്കുന്നതെങ്കിൽ ഒരു മണിക്കൂർ 45 മിനിറ്റ് മുതൽ 1 മണിക്കൂർ വരെ തേച്ചിരുന്നിട്ട് കുളിച്ചാൽ മതി. അതിന് സമയമൊക്കെ ഉള്ളവർക്ക് ഏറ്റവും നല്ലൊരു കാര്യമാണ്. അതുപോലെ നിങ്ങൾ 1 മണിക്കൂർ കഴിയുമ്പോഴത്തേക്കും ഒരു പേപ്പറിലോ ഒരു തുണിയിലോ തുടച്ചു കളഞ്ഞ ശേഷം ചെറുപയർ പൊടിയോ പിന്നെ അതുപോലെ തന്നെ നിങ്ങൾക്ക് സോപ്പ് വേണമെങ്കിൽ ഉപയോഗിക്കാം. പക്ഷെ ചെറുപയർ പൊടിയും ഇഞ്ചയും ഉപയോഗിക്കുന്നതാണ് ഏറ്റവും നല്ലത്. ഇത് ഉപയോഗിച്ച് തേച്ച് കുളിക്കാം. ചെറിയ ചൂടുവെള്ളത്തിൽ കുളിക്കുന്നതുമാണ് ഏറ്റവും നല്ലത്. പിന്നെ നിങ്ങളുടെ ജോയിന്റ്സിലൊക്കെ നിങ്ങൾ എണ്ണ തേക്കുമ്പോൾ അത് സർക്കുലാർ മോഷനിൽ, അതായത് നിങ്ങൾ ഒരു റൗണ്ട് വട്ടത്തിൽ പിന്നെ നിങ്ങൾ ഒന്ന് തിരുമാൻ വേണ്ടിയിട്ട്, ജോയിന്റ്സ് ഒക്കെ തിരുമാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണം. അവിടെ ഇങ്ങനെ നീളത്തിൽ തിരുമ്മി പോകുന്നത് തെറ്റായ കാര്യമാണ്. അതുപോലെ നിങ്ങൾക്ക് ഞാൻ കുറച്ച് എണ്ണകളുടെ പേരുകൾ ഇവിടെ പറയുന്നുണ്ട്. അത് നിങ്ങളുടെ അറിവിലേക്ക് മാത്രമാണ്. നിങ്ങളുടെ യഥാർത്ഥ കണ്ടീഷനൊക്കെ പറഞ്ഞ് നിങ്ങളുടെ കണ്ടീഷൻ പറഞ്ഞ ശേഷം, രോഗം പറഞ്ഞ ശേഷം നിങ്ങൾക്ക് ഡോക്ടറുടെ അടുത്ത് നിന്ന് നിങ്ങൾക്ക് ഏത് എണ്ണയാണ് തേച്ച് കുളിക്കാൻ പറ്റിയത് അല്ലെ ഏത് കുഴമ്പാണെന്ന് മനസ്സിലാക്കിയ ശേഷം മാത്രം ഉപയോഗിക്കാൻ വേണ്ടി ശ്രദ്ധിക്കാം. സാധാരണയായിട്ടും നമ്മളിപ്പോ വാതരോഗങ്ങളാൽ ആധിക്യമുള്ളവർ, വാതരോഗങ്ങളാൽ വലയുന്നവരൊക്കെ, വേദനയുള്ളവരൊക്കെ സഹജരാതി തൈലം അല്ലെ നിർഗുണ്ടി തൈലം അല്ലെ പഞ്ചഗുണ തൈലം എന്നൊക്കെ പറയുന്ന തൈലം തേച്ചാണ് സാധാരണ കുളിക്കാറ്. ഇത് പണ്ട് മുതലേ തുടർന്ന് വരുന്ന അല്ലെങ്കിൽ നമ്മുടെ മുത്തശ്ശന്മാർക്കൊക്കെ അറിയാവുന്ന ഒരു കാര്യമായതുകൊണ്ടാണ് ഞാനിവിടെ എണ്ണയുടെ പേരുകൾ പറയുന്നത്. അത് ശരിക്കും പറയാൻ പാടില്ല. കാരണം എന്ന് പറഞ്ഞാൽ ഒരാൾക്കുള്ള എണ്ണയല്ല മറ്റൊരാൾക്ക്, ഒരാളുടെ പ്രകൃതി അനുസരിച്ചിട്ടല്ല മറ്റൊരാളുടെ പ്രകൃതി ഇരിക്കുന്നപ്പോൾ ആയുർവേദത്തിൽ രോഗിയുടെ അവസ്ഥയും രോഗിയുടെ ആരോഗ്യവും രോഗത്തിന്റെ അവസ്ഥയും ഒക്കെ നോക്കിയിട്ടാണ് നമ്മൾ എണ്ണ പറയുന്നത്. അപ്പൊ രണ്ടാമതായിട്ട് നിങ്ങൾക്ക് പക്ഷാഘാതം അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇപ്പം ഫേഷ്യൽ പാരലൈസിസ് ഒക്കെ വന്നിരിക്കുന്നവര്, ഞരമ്പിനൊക്കെ ബലക്കുറവുള്ളവര്, നിങ്ങൾക്ക് അങ്ങനെയുള്ളവർക്കൊക്കെ നിങ്ങൾക്ക് മഹാമാഷ തൈലം, മഹാരാക്ഷാദി തൈലം, കർപ്പാസസ്ത്യാദി തൈലം, ക്ഷീരബല തൈലം എന്നൊക്കെ പറഞ്ഞ് കുറെ ബലാഗുളുജിയാദി തൈലം എന്നൊക്കെ പറഞ്ഞ തൈലങ്ങളുണ്ട്. ഇവയൊക്കെയാണ് സാധാരണയായിട്ടും ഉപയോഗിക്കുന്നത്.
നിങ്ങൾ ഒരു മെലിഞ്ഞ ക്ഷീണിതനാണെങ്കിൽ നിങ്ങൾക്ക് മഹാമാഷാദി തൈലം അല്ലെങ്കിൽ മഹാലാക്ഷാദി തൈലം ഒക്കെ ഉപയോഗിക്കാവുന്നതാണ്. നിങ്ങൾക്ക് എല്ലിന് ഒടിവ്, ചതവ് അങ്ങനെയൊക്കെ ഉണ്ടെങ്കിലും മുമ്പേ ഒടിഞ്ഞിട്ടുള്ളവർ, ഒടിയാനുള്ള പ്രവണതയുള്ളവരൊക്കെ ഗന്ധതൈലം ഉപയോഗിച്ചും അല്ലെങ്കിൽ മുറിവെണ്ണ ഉപയോഗിച്ചും ചങ്ങലം പരണ്ടിയുടെ തൈലം ഉപയോഗിച്ചിട്ടൊക്കെയാണ് എണ്ണ തേച്ചുകൂടി നടത്തുന്നത്. നിങ്ങളുടെ ശരീരം, ചില ആൾക്കാരുടെ ശരീരം ചുട്ടു നീറ്റിലുണ്ടാവാം, അങ്ങനെയുള്ളവർക്ക് അല്ലെങ്കിൽ ഉറക്കക്കുറവുണ്ടാകാം, ചന്ദനാദി തൈലം തേച്ചിട്ട് നമ്മൾ കുളിക്കാറുണ്ട്. അതുപോലെ തന്നെ അരയ്ക്ക് കീഴ്പോട്ടാണ് നിങ്ങളുടെ വേദനയെങ്കിൽ, കാലിനൊക്കെ ഭയങ്കര വേദനയൊക്കെ ആണെങ്കിൽ സാധാരണ സഹചരാദി തൈലങ്ങൾ, അതിന്റെ കുഴമ്പുകളൊക്കെയാണ് ഉപയോഗിക്കുന്നത്. നിങ്ങൾക്ക് തടിച്ചതാണ് നിങ്ങളുടെ ശരീരമെങ്കിൽ, അല്ലെങ്കിൽ സ്ഥൗല്യം എന്ന് പറയും, ഒബിസിറ്റി കാരണമുള്ള വിവിധതരം അസുഖങ്ങളാൽ നിങ്ങൾ കഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ സാധാരണയായിട്ട് ഹരിദ്രാദി അല്ലെങ്കിൽ ത്രിഫലാദി അല്ലെങ്കിൽ ദേവദാർവാദി എന്നൊക്കെ പറയുന്ന തൈലങ്ങളാണ് നമ്മൾ സാധാരണ പറയാറ്. അപ്പൊ ഞാൻ ഇവിടെ പറഞ്ഞ കുറച്ച് പേരുകൾ നിങ്ങളുടെ അറിവിലേക്ക് ഞാൻ പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. ഇതിൽ ഏതാണ് നിങ്ങൾക്ക് സ്യൂട്ടബിൾ ആയിട്ടുള്ള തൈലം എന്നത് ഒരു ഡോക്ടർക്ക് മാത്രം നിങ്ങളുടെ അവസ്ഥ നോക്കിയിട്ട് പറയാനേ പറ്റുള്ളൂ. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വെറും ആരോഗ്യവാനാണെങ്കിൽ, നിങ്ങൾക്ക് വേറെ പ്രശ്നങ്ങൾ ഒന്നുമില്ലെങ്കിൽ വെറും നല്ലെണ്ണയോ വെളിച്ചെണ്ണയോ അല്ലെങ്കിൽ ധന്വന്തരം തൈലമോ ഒക്കെ തേച്ചിട്ട് നിങ്ങൾക്ക് കുളിക്കാവുന്നതാണ്. അപ്പോൾ ആയുർവേദത്തിൽ അഭ്യംഗം എന്ന് പറയുന്ന എണ്ണ തേച്ച് കുളിയെ കുറിച്ച് ഞാൻ നിങ്ങളായിട്ട് ഈ വീഡിയോയിൽ പങ്കുവെച്ച വിവരങ്ങൾ നിങ്ങളുടെ അറിവിലേക്ക് പങ്കുവെച്ചതാണ്. അപ്പോൾ ഇത് നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്രദമായി എന്ന് കരുതുന്നു.